ബ്രിട്ടീഷ് അധിനിവേശ കാലത്തിന്റെ സ്മരണകൾ നിറഞ്ഞ പ്രദേശമാണ് പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI ദേവാലയം. 150 വർഷം പഴക്കമുള്ള കാപ്പിച്ചെടികൾ ഈ ദേവാലയത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ പീരിമേട്ടിലും മൂന്നാറിലും കൃഷി ചെയ്തത് കാപ്പിയായിരുന്നു. കാപ്പിച്ചെടികൾക്ക് രോഗമുണ്ടാകുകയും വ്യവസായം നഷ്ടത്തിലാകുകയും ചെയ്തതോടെയാണ് ബ്രിട്ടീഷുകാർ തേയില കൃഷിയിലേക്ക് തിരിഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ പൊള്ളുരോഗം വ്യാപിച്ചതോടെ കാപ്പി കൃഷി പൂർണ്ണമായും നശിച്ചു. പരീക്ഷണത്തിനായി ചിന്നാറിൽ ആരംഭിച്ച തേയില കൃഷി പിന്നീട് മൂന്നാറിന്റെയും പീരിമേടിന്റെയും സ്വന്തമാക്കി. ഇവിടെ ഉൽപ്പാദിപ്പിച്ച തേയില ലോക വിപണിയിൽ പ്രിയം നേടിയതും ചരിത്രം. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാർക്കും തോട്ടങ്ങളിലെ നടത്തിപ്പിനായി എത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി സ്ഥാപിച്ച പള്ളിക്ക് ചുറ്റുമുണ്ടായിരുന്ന കാപ്പിച്ചെടികൾ അതേപടി നിലനിർത്തി. ചെടികൾ ഇന്നും കരുത്താർജിച്ച് നിൽക്കുന്നത് കാണാം. ഇംഗ്ലണ്ട്, അയർലൻഡ്, പ്ലോട്ട്ലാൻഡ് എന്നിവിടങ്ങളിലെ 34 വിദേശികളെ സംസ്കരിച്ച ബ്രിട്ടീഷ് സെമിത്തേരി ദേവാലയത്തോട് ചേർന്നാണ്. പ്രദേശത്തും മൂന്നാറിലും തേയിലത്തോട്ട വ്യവസായം ആരംഭിച്ച ജോൺ ഡാനിയൽ മാൻഡ്രയെ സംസ്കരിച്ചതും ഇവിടെ തന്നെയാണ്. അന്നത്തെ ഡൗണി എന്ന കുതിരയെയും ഇവിടെ അടക്കം ചെയ്തു. വിദേശികൾക്ക് പുറമെ ദേവാലയത്തിലെ ആദ്യ ഇന്ത്യൻ വൈദികനായ ഫാദർ നല്ലതമ്പിയുടെ മൃതദേഹം മാത്രമാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന ബ്രിട്ടീഷ് സെമിത്തേരിയും അവർ ആരാധന നടത്തി വന്നിരുന്ന ദേവാലയവും സന്ദർശിക്കുവാൻ ഇംഗ്ലണ്ട്, അയർലൻഡ്, പ്ലോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും കുടുംബങ്ങൾ എത്താറുണ്ട്. വാഗമൺ, പരുന്തുംപാറ, പാഞ്ചാലിമേട്, തേക്കടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്താറുള്ളവരും പള്ളിക്കുന്നിൽ വരുന്നുണ്ട്. പഴക്കമേറിയ കാപ്പിച്ചെടികൾ കാണുവാൻ വരുന്നവരും ഏറെയാണ്. ബ്രിട്ടീഷ് ചർച്ച് ഹിൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലം പിന്നീട് പള്ളിക്കുന്നായി മാറുകയായിരുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, ഏലപ്പാറ.